ഹലോ, നമ്മുടെ ചിത്രകുളത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു 5-8 വീഡിയോ ഒക്കെ ഇതിൻ്റെ ഇട്ട് എല്ലാവരെയും കാണിച്ചതാണ്. അപ്പോൾ എന്താണേലും ഇതിന് നല്ലൊരു ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. ഇതിൻ്റെ വർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. ചിത്രകുളത്തിൻ്റെ പണികളൊക്കെ നല്ല രീതിയിൽ നടന്നു വരികയാണ്. ഇവിടെ ഒരുപാട് പേര് ചൂണ്ടയിടാനൊക്കെ ഉണ്ട്. അതിൻ്റെ അകത്ത് മീനൊക്കെ ഒരുപാടുണ്ടെന്നാണ് തോന്നുന്നു. ഇഷ്ടംപോലെ ആമയുണ്ട്. അപ്പോൾ നല്ല രീതിയിലാണ് ഇവിടുത്തെ വർക്കുകളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇതിനോടടുത്ത് തന്നെ കുറച്ച് സ്ഥലം കിടപ്പുണ്ട്. ഇത് മുനിസിപ്പാലിറ്റി വാങ്ങിക്കുവാണെങ്കിൽ, ഈ കിടക്കുന്ന സ്ഥലം മുനിസിപ്പാലിറ്റി വാങ്ങിക്കുവാണെങ്കിൽ ഇവിടെ ഒരു ചെറിയ പാർക്ക് വരും. നമ്മുടെ പൂക്കാട്ടുച്ചിറ മാതിരി ഇവിടെയും നല്ലൊരു പാർക്ക്. ഇവിടുത്തെ താമസക്കാരനായ നമ്മുടെ കുഞ്ഞുമോൻ ഇക്കായോട്, ഈ ചിത്രകുളം എന്തുകൊണ്ടും ഇവിടുത്തെ ജനങ്ങൾക്ക് വളരെ പ്രയോജനപ്പെട്ട ഒരെണ്ണമാണ് അല്ലേ? ഇത് ആക്കേണ്ട രീതി മുനിസിപ്പാലിറ്റി ആക്കി എടുത്താൽ ഏത് രീതിയിലാകണമെന്നുള്ളതാണ് ആഗ്രഹം. അതായത് ഇവിടെ ഒരു പാർക്ക് മാതിരി, അതായത് വെള്ളം നല്ല ഒന്നാം തരം വെള്ളം ഇവിടെ കിട്ടുന്നത്. പക്ഷെ അത് ശുദ്ധീകരിക്കുകയോ അതിനുള്ള വേണ്ട ഇത് ചെയ്തിട്ടില്ല. ഇപ്പോഴ് ഇതിന്റെ പ്രവർത്തനം ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതൊരു ചിൽഡ്രൻസ് പാർക്കായിട്ട് ഉയർത്തുകയാണെങ്കിൽ ഈ വാർഡ് വികസിക്കും, വളരെ നല്ല സംവിധാനമായിട്ട് തീരും. നമ്മൾ കൂടുതലെന്ന് പറഞ്ഞാൽ ഓരോ ഏരിയകളിൽ ആൾക്കാരെ കൊണ്ടുവരിക, എന്നാലേ ആ നാടിന് വികസനം ഉണ്ടാകത്തുള്ളൂ. അവിടെ ഒരു കച്ചവടം ഉണ്ടാകത്തുള്ളൂ, 4 കുടുംബം ജീവിക്കത്തുള്ളൂ അല്ലേ? ഇവിടെ ഒരു പൊരി കച്ചവടക്കാർ വന്നു, ഇതിന്റെ ഇടയിൽ കൂടെ ഒക്കെ വന്നു. അതൊരു വലിയ നല്ല ഐഡിയ. ഇവിടെ ഈ വാർഡ് വികസിക്കും, കുറെ പേർക്ക് ജീവിതം. ഇപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളെ വെളിയിൽ കാണാനില്ല. എല്ലാവരും മൊബൈലിൽ ചിരട്ടിക്കൊണ്ട് വീട്ടിൽ തന്നെ ഇരിക്കുക, ആളെ കാണാനില്ല. ഇപ്പൊ വെളി കാണാനുള്ള ബംഗാളികളെ ഉള്ളൂ, മലയാളിയെ കാണാനില്ല. എല്ലാവരും വീട്ടിൻ്റെ അകത്ത് മൊബൈലെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള സംഭവമൊക്കെ നമ്മുടെ നാട്ടിൽ വരുവാണെന്നുണ്ടെങ്കിൽ ആൾക്കാർ വെളിയിലോട്ട് ഇറങ്ങും. ആൾക്കാരെ വെളിയിൽ ഇറക്കുന്ന ഒരു പദ്ധതിയാണിത്. അതാണ് ഏറ്റവും നല്ല കാര്യമാണ്. അങ്ങനെ എന്തെങ്കിലും ഒരു സംവിധാനം ചെയ്യുകയാണെങ്കിൽ ഈ നാടിന് തന്നെ ഏറ്റവും ഒരു പ്രയോജനം. എവിടെയായിരുന്നു നേരത്തെ ജോലി ചെയ്തോണ്ടിരുന്നത്? ഞാൻ ഗൾഫിലായിരുന്നു. ഗൾഫിലെ മസ്കറ്റിലായിരുന്നു. അതുകൊണ്ട് ലോകം കണ്ട ആളാണ്, അതുകൊണ്ട് അറിയാം. അപ്പൊ നമുക്ക് ഈ മനോഹരമായ ഇഷ്ടം പോലെ വെള്ളമൊക്കെ കിട്ടാനുള്ള ഒരു നാടാ. അവിടെ വെള്ളമില്ലാത്ത അറേബ്യൻ കൺട്രിയിലെ അവരെത്രയോ മനോഹരമായ രീതി അവരുടെ നാട് നോക്കുന്നു. അവിടെ ഈ ചെറിയ ചെറിയ സംവിധാനങ്ങളൊക്കെ അതിന് വലിയ ഇതായിട്ടുള്ള ഉദ്ഘാടനവും കാര്യങ്ങളും ഒന്നുമില്ല. ഇവിടെ മൊത്തം ഉദ്ഘാടനമേ ഉള്ളൂ, കുറ്റിയിടിയില്ല. പിന്നെ ഇല്ല, ഇവിടെ മൂത്രപ്പുര ഉണ്ടാക്കിയത് ഉദ്ഘാടനമാണ്. മന്ത്രി, ഒരു എം.എൽ.എ. അതൊക്കെ മാറ്റേണ്ട. ഇപ്പൊ നമ്മുടെ ഒരു സിനിമ നടി ഒരു കൊച്ചു നടപ്പുണ്ടല്ലോ, ആ കൊച്ചിനെ പോലെ തരം താന്നു പോയി. അത് തരം താന്നില്ല, അത് അതിന്റെ മേഖലയാ. പക്ഷെ ജനങ്ങളെ ജയിപ്പിച്ചു വിട്ട ഇവരെന്തിനാ ഉദ്ഘാടനം ചെയ്ത് നടക്കുന്നത്? ഈ പരിപാടിക്ക് എന്തിനാ നടക്കുന്നത്? ഇനിയിപ്പോ ഉദ്ഘാടനം ചെയ്യിപ്പിക്കുന്നതോട് ഞങ്ങൾക്ക് പറയാനുള്ളത് എന്നാന്ന് വെച്ചാൽ, നിന്റെ മാതാപിതാക്കളെ വിളിച്ച് നീ ഉദ്ഘാടനം ചെയ്യേ. അതല്ലേ നിന്റെ സ്ഥാപനത്തിന്റെ അനുഗ്രഹം അല്ലേ? അതൊക്കെ അനാവശ്യമായ ഒരു ചെലവും കൂടിയാണ്. ഈ കാണിക്കുന്ന എല്ലാം ചെലവാ. അതല്ലേ നമുക്ക് ഇപ്പൊ പറ്റിയിരിക്കുന്ന ഒരു കാര്യം. ഇപ്പൊ ഈ ഇടതുപക്ഷ സർക്കാർ രണ്ടാമത്തെ ഭരണമാണ്. ആദ്യത്തെ ഭരണം ഏറ്റവും വളരെ നല്ലതായിരുന്നു. അതുകൊണ്ടല്ല രണ്ടാമത് വന്നതോടുകൂടി അത് അങ്ങ് മാറി. ഈ അടുത്ത കാലത്ത് ഒരു ഇതുണ്ടായിരുന്നല്ലോ, ഈ സ്കൂളുകളിൽ നിന്നെല്ലാം ബസ്സിൽ വന്ന് എല്ലാവരും കൂടി ഉള്ളൊരു സംവിധാനം. അതൊക്കെ അനാവശ്യം. ആ ബസ്സാണ് ഇതൊക്കെ അനാവശ്യമായ ജനത്തിന് ഏറ്റവും അതെ ജനങ്ങൾ എന്താണെന്നും ജനങ്ങൾക്ക് എന്താ ആവശ്യം എന്താണെന്നും അറിയാൻ മേലാത്തവരാണ് ഇരിക്കുന്നത്. അതാണ് ഈ കുഴപ്പം. ആദ്യം ഈ കേരളം എന്താണെന്നറിയണം, കേരള ജനത എന്താണെന്നറിയണം, അവർക്ക് എന്താ ആവശ്യമെന്ന് അറിയണം. അതറിയത്തില്ല. ഇത് ഞാനേ എൻ്റെ കുടുംബം, ഇതേ ഇവർക്ക് അറിയത്തുള്ളൂ. ഇതാണ് നമുക്ക് പറ്റിയ പോയേറ്റവും. ഇവിടുത്തെ വാർഡ് മെമ്പറുടെ പേരിന് നിസാർ. അപ്പോൾ വാർഡ് മെമ്പർ നിസാർ, അപ്പോൾ നിങ്ങൾക്കൊരു ബിഗ് സല്യൂട്ട്. എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളിതിന് മുൻകൈ എടുത്ത് ഈ കാര്യങ്ങളൊക്കെ മനോഹരമായ രീതിയിൽ ചെയ്തുവല്ലോ. ഇതിന് 65 ലക്ഷം രൂപ അനുവദിച്ചിരിക്കുന്നല്ലേ, 65 ലക്ഷം രൂപ. അപ്പോൾ എല്ലാം നല്ല രീതിയിലായി തീരട്ടെ. ഞങ്ങളുടെ എല്ലാം സപ്പോർട്ട് നിസാറിനുണ്ടാകും. ഇതുപോലെ എല്ലാ വാർഡ് മെമ്പർമാരും നിങ്ങളുടെ ഓരോ സ്ഥലത്തുള്ള കാര്യങ്ങൾ നിങ്ങൾ ഭംഗിയായ രീതിയിൽ ചെയ്താൽ നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ടാവും അല്ലേക്കാ? അതല്ലേ, നാടിന് വേണ്ടി ജയിപ്പിച്ചു വിട്ടവർ നാടിന് വേണ്ടി ചെയ്യണം. അപ്പോൾ ഞങ്ങൾ നിങ്ങളോട് ഒപ്പം നിൽക്കും. എന്നാ ഓക്കേ.